ഹായ് ദൃശ്യം 3 എന്ന സിനിമയുടെ വലിയ വിജയം ഹേറ്റേഴ്സിനെ തളർത്തി കളഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു അക്ഷരം പോലും മിണ്ടാൻ സാധിക്കാത്ത രീതിയിൽ അവരെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. റെക്കോർഡുകൾക്ക് മേലെ റെക്കോർഡിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യം 3. ഇതിനോടകം തന്നെ 231 കോടി 26 ലക്ഷം നേടിയെടുത്ത സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ 6ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. 2026 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത വാഴ 2 എന്ന സിനിമയെ മറികടക്കാൻ ഇനി ദൃശ്യം 3ക്ക് എത്ര കോടി വേണം? അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ദൃശ്യം 3 കേരളത്തിൽ നിന്നും മാത്രം 50 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റിരിക്കുന്നത്. അത് വലിയൊരു റെക്കോർഡാണ്. മലയാള സിനിമയിൽ ഇതുവരെ ദൃശ്യം 3 ഉൾപ്പെടെ 12 സിനിമകൾക്ക് മാത്രമേ 50 ലക്ഷം ടിക്കറ്റുകൾ വിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആ സിനിമകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം 50 ലക്ഷം ടിക്കറ്റുകൾ കേരളത്തിൽ വിറ്റ സിനിമ ദൃശ്യം എന്ന മോഹൻലാൽ ചിത്രമാണ്. രണ്ടാമത് ആ നേട്ടം സ്വന്തമാക്കിയത് പുലിമുരുകൻ എന്ന മോഹൻലാൽ ചിത്രമാണ്. അതായത് ആദ്യ 2 സിനിമയും മോഹൻലാലിന്റെ പേരിലാണ്. മലയാളത്തിലെ ആദ്യ 2 100 കോടി ചിത്രവും മോഹൻലാലിന്റെ പേരിലാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പുലിമുരുകൻ, ലൂസിഫർ. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് 50 ലക്ഷം ടിക്കറ്റുകൾ വിറ്റ ആദ്യ 2 സിനിമയും മോഹൻലാലിന്റെ പേരിലാണ്. ഒന്ന് ദൃശ്യം, മറ്റൊന്ന് പുലിമുരുകൻ. മൂന്നാമത് ആ നേട്ടം സ്വന്തമാക്കിയത് ബാഹുബലിയാണ്. ബാഹുബലി 2. നാലാമത് ലൂസിഫർ, അതും ഒരു മോഹൻലാൽ ചിത്രമാണ്. അഞ്ചാമത് 2018 എന്ന സിനിമയാണ്. ആറാമത് ആടുജീവിതം എന്ന പൃഥ്വിരാജ് സിനിമ. ഏഴാമത് ഫഹദ് ഫാസിലിന്റെ ആവേശം. എട്ടാമത് വീണ്ടും ഒരു മോഹൻലാൽ സിനിമ എമ്പുരാൻ. ഒൻപതാമത് വീണ്ടും ലാലേട്ടൻ ചിത്രം തുടരും. പത്താമത് ലോക. 11ാമത് വാഴ 2. ഇപ്പോ ദൃശ്യം 3, അതും മോഹൻലാൽ ചിത്രം. മൊത്തം 12 സിനിമകളാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അതിൽ 6 ചിത്രങ്ങളും മോഹൻലാലിൻ്റെതാണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മലയാളത്തിലെ ഒരേ ഒരു രാജാവ് അത് മോഹൻലാൽ തന്നെയാണ്, ബോക്സ് ഓഫീസ് കിങ്. ദൃശ്യം 3 ഇതുവരെ നേടിയ കളക്ഷൻ 231 കോടി 26 ലക്ഷം രൂപ. 2026 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ അത് വാഴ 2 ആണ് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വാഴ 2 നേടിയെടുത്തിരിക്കുന്നത് 235 കോടി 26 ലക്ഷമാണ്. അതായത് ഇനി ഒരു 4 കോടി കൂടി കിട്ടിക്കഴിഞ്ഞാൽ വാഴ 2ന്റെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ ദൃശ്യം 3 മറികടക്കുന്നതാണ്. ഇന്നും നാളെയും ഗംഭീര കളക്ഷൻ ദൃശ്യം 3ക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും വാഴ 2 എന്ന സിനിമയെ ദൃശ്യം 3 നിസാരമായി മറികടക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. വാഴ 2വിനൊപ്പം തന്നെ മോഹൻലാലിന്റെ തന്നെ തുടരും എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡും ദൃശ്യം 3 മറികടക്കും. ഇന്നും ബുക്ക് മൈ ഷോയിൽ ദൃശ്യം 3ക്ക് 3000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. മണിക്കൂറിൽ പല സമയത്തും 3000 കടന്ന് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ റിലീസായ മോളിവുഡ് ടൈംസ് ഗംഭീര അഭിപ്രായം നേടിയ സിനിമയാണ്. പക്ഷെ ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. സിനിമ ഞാൻ കണ്ടതാണ്, എനിക്ക് സിനിമ ഇഷ്ടമായി. പക്ഷെ എല്ലാ പ്രേക്ഷകർക്കും ആ സിനിമ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ആ ഒരു രീതിയിലാണ് സിനിമയുടെ കഥ പറച്ചിൽ. മോളിവുഡ് ടൈംസിന് മികച്ച അഭിപ്രായം ലഭിച്ചെങ്കിലും കളക്ഷനിൽ അത് കാര്യമായി പ്രതിഫലിക്കുന്നില്ല. ഇന്ന് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ 3000, 3500 ആ രീതിയിലുള്ള ടിക്കറ്റ് വിൽപ്പനയാണ് നടക്കുന്നത്. ദൃശ്യത്തിനും അതിനടുത്തുള്ള ടിക്കറ്റുകൾ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനർത്ഥം ദൃശ്യം 3ക്ക് ഈ സിനിമകൾ കേരളത്തിൽ വലിയ ഭീഷണിയല്ല എന്നുള്ളത് തന്നെയാണ്. കാട്ടാളൻ വലിയ ഭീഷണിയാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ കാട്ടാളൻ വാഷ് ഔട്ട് ആയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയുന്നു. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ദൃശ്യം 3ക്ക് ഭേദപ്പെട്ട കളക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ 3ാം സ്ഥാനത്ത് ദൃശ്യം 3 വന്നു നിൽക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതായത് തുടരും, വാഴ 2, മഞ്ഞുമൽ ബോയ്സ്, ഈ 3 സിനിമകളെയും ദൃശ്യം 3 ഫൈനൽ കളക്ഷനിൽ മറികടക്കും എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.